ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പല ടീനേജേഴ്സും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രേക്കപ്പിന്റെ സങ്കടത്തിൽ നിന്നും കരകയറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോ ബ്രേക്കപ്പിന്റെ സങ്കടത്തിൽ നിന്ന് കരകയറാനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി. ഇതിൽ ഞാൻ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ അത്രയും നിങ്ങൾക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. ബ്രേക്കപ്പ് ആയോ? വിഷമിക്കേണ്ട. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണുക. നിങ്ങൾക്ക് ഈ ഒരു സങ്കടത്തിൽ നിന്ന് കരകയറാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ പലപ്പോഴും വളരെ പെയിൻഫുൾ ആണ്. അതുപോലെ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനും കൂടെയാണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ ഒന്ന് പോസിറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരാനുള്ള ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് കരയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം കരഞ്ഞ് നിങ്ങളുടെ വിഷമം മുഴുവൻ തീർക്കാം. അതിനുശേഷം രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക. കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ ഉറക്കെ പറയുക, ഇതെന്റെ ലൈഫിലെ ലാസ്റ്റ് കണ്ണുനീരാണ്. ഇനി ഞാൻ എന്റെ ലൈഫിൽ കരയില്ല. എനിക്ക് വിജയിക്കണം, എനിക്ക് വളരണം, ആകാശമാണ് എന്റെ സീമ, ഞാൻ വളരുക തന്നെ ചെയ്യും എന്ന് നിങ്ങളോട് തന്നെ പറയണം. അതിനുശേഷം നമ്മൾ നമ്മുടെ സെൽഫ് ലവ് കൂട്ടുക. എന്താണ് സെൽഫ് ലവ് എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളോടുള്ള സ്നേഹം കൂട്ടുക. ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മളാണ്. നമ്മൾ നമ്മളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ എല്ലാവരും, നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും നമ്മളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും തുടങ്ങും. നിങ്ങൾ സ്വയം വിശ്വസിക്കുക, ഞാൻ അടിപൊളിയാണ്, സൂപ്പറാണ്, ഐ ലവ് മൈസെൽഫ്, ഞാൻ ഓരോ നിമിഷവും എന്റെ ലൈഫിൽ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. എപ്പോഴൊക്കെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുന്നു അപ്പോഴൊക്കെ നിങ്ങളെ നോക്കി പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് മാത്രം പറയുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകള് നമ്മുടെ കൺട്രോളിലേക്ക് വരികയും അതുപോലെ തന്നെ നമുക്ക് വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിരിക്കാനും പറ്റും. നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സുജ ആർ മോഹൻ മെഡിറ്റേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിറ്റേഷന്റെ വീഡിയോ ലഭിക്കുന്നതാണ്. സോ നിങ്ങൾ അതിൽ നോക്കി മെഡിറ്റേഷൻ കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ എക്സസൈസ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. മനസ്സിനെ ആ ചിന്തകളിൽ നിന്നും ഡൈവേർട്ട് ചെയ്യുക. നമുക്ക് ലൈഫിൽ വരാൻ പോകുന്ന നല്ല നാളെ നമ്മൾ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് നല്ല ഫ്രണ്ട്സിന്റെ സഹായം എടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ച് ഒരു മുറിയിൽ ചടഞ്ഞുകൂടി ഇരിക്കുന്നതിന് പകരം നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് സഹായത്തിനായിട്ട് വിളിക്കാം. നല്ല സപ്പോർട്ട് തരുന്ന നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചങ്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഹെൽപ്പ് നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് പോയ വ്യക്തിയുടെ വാട്സാപ്പ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ അവരെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അവരെ ഫോളോ ചെയ്യുന്നതൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കുക. കാരണം വീണ്ടും 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 അവരെ പറ്റിയുള്ള ചിന്തകൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ കൂടുതൽ സങ്കടം വരും. നേരെ മറിച്ച് നമ്മൾ തീരുമാനിക്കുക, നമ്മളെ വേണ്ടാത്തവരെ ഇന്നലെ നമുക്ക് വേണ്ട. നമ്മള് അവരാ വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ വിഷമിപ്പിച്ചിട്ട് ചീറ്റ് ചെയ്തിട്ട് കടന്നുപോയ ആ ഒരു വേദന, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ പഴയ മെമ്മറീസ് എല്ലാം നമ്മുടെ മനസ്സിൽ കയറി വരും. ആ മെമ്മറീസ് വരുമ്പോൾ നമ്മൾ വല്ലാതെ ഡൗൺ ആയി പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. ഓക്കെ, അപ്പോ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക. ഒരു കാരണവശാലും ഒരു തരത്തിലും അവരെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും മാക്സിമം കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒഴിഞ്ഞു നിന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. പുതിയ ഗോളുകൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ പ്രണയിക്കേണ്ടത് ലക്ഷ്യങ്ങളെയാണ്. നിങ്ങൾ നല്ല ലക്ഷ്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ പ്രണയിക്കാം. ആ ലക്ഷ്യങ്ങൾ ഒരിക്കലും നമ്മളെ ചതിക്കുകയില്ല. ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നിരന്തരം നമ്മൾ വർക്ക് ചെയ്യാം. ഫോക്കസ് ഓൺ യുവർ പേഴ്സണൽ ഗ്രോത്ത്. നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ വളർത്തിയെടുക്കണം. നിങ്ങളുടെ ഉള്ളിൽ ഒരു ബേണിംഗ് ഡിസയർ ക്രിയേറ്റ് ചെയ്യണം. ആ നിങ്ങളെ വേദനിപ്പിച്ച് കടന്നുപോയ ആ വ്യക്തി നിങ്ങളെ വല്ലാതെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവാം.
നിങ്ങൾ ആ വ്യക്തിയുടെ മുന്നിൽ വിജയിച്ച് കാണിക്കണം. നിങ്ങളെ വിലയില്ലാതാക്കിയ ആ വ്യക്തിക്ക് മുന്നിൽ ഞാൻ അത്രയും വിലയുള്ള വ്യക്തിയാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം. കുപ്പത്തൊട്ടിയിൽ കിടന്ന മാണിക്യമായിരുന്നു നിങ്ങളെന്ന് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യണം. ആ രീതിയിൽ നിങ്ങൾ വളരണം, വിജയിക്കണം. അവർക്ക് നാളെ കുറ്റബോധം തോന്നണം. എനിക്ക് ഇങ്ങനെയുള്ള ഇത്രയും നല്ലൊരു വ്യക്തിയാണല്ലോ ഞാൻ ഉപേക്ഷിച്ചു പോയത് എന്ന് ആ വ്യക്തിക്ക് ഒരു ഫീലിംഗ് തോന്നണം. അവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ തോറ്റു കൊടുക്കരുത്. ലൈഫിൽ ഉണ്ടാകുന്ന പരാജയങ്ങളെല്ലാം നമുക്കുള്ള ഓരോ പാഠങ്ങളാണ്. അതിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളുക, ധൈര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ എന്റെ ലൈഫ് അവിടെ തീർന്നു എന്ന് ചിന്തിക്കരുത്. റൈസ് ആൻഡ് ഷൈൻ മക്കളെ, റൈസ് ആൻഡ് ഷൈൻ. നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല. നിങ്ങളെ ആരെങ്കിലും വേണ്ട എന്ന് വെച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിക്ക് നിങ്ങളെ പോലെ ഇത്രയും നല്ലൊരു വ്യക്തിയെ ലഭിക്കാനുള്ള അർഹത അവർക്കില്ല. നമുക്ക് എന്ത് നഷ്ടം? നമുക്കൊരു നഷ്ടമില്ല. കാര്യം എന്താ? നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ നിമിഷം നിങ്ങളുടെ ചിന്തയൊന്ന് പോസിറ്റീവ് ആക്കി മാറ്റുക. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവ് ആയിരിക്കുക. എനിക്കറിയാം ഈ സാഹചര്യത്തിൽ പോസിറ്റീവ് ആകുക, ഹാപ്പി ആവുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നും ഇംപോസിബിൾ ആണെന്ന്. അങ്ങനെയല്ല. നമ്മുടെ ചിന്തയൊന്ന് മാറ്റിയാൽ മതി. നിങ്ങളെ വേദനിപ്പിച്ച് കടന്നുപോയ ആ വ്യക്തിക്ക് മുന്നിൽ ഏറ്റവും ശക്തമായി ഞാൻ വിജയിച്ച് കാണിക്കുമെന്നൊരു വാശി നിങ്ങൾ ആ നിമിഷം ഡെവലപ്പ് ചെയ്യണം. അതിനുവേണ്ടി വർക്ക് ചെയ്യണം. നിങ്ങൾ ആഗ്രഹിച്ച ലെവൽ എവിടെയാണോ അവിടം വരെ എത്തുക. എപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വിഷമം വരുന്നു അപ്പോഴൊക്കെ നിങ്ങൾ ആ വ്യക്തിയുടെ മുഖമൊന്ന് ഓർത്താൽ മതി. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം നിങ്ങൾക്ക് അത് തരുന്നതാണ്. നിങ്ങളെ വേദനിപ്പിച്ച് കടന്നുപോയ ആ വ്യക്തിക്ക് മുന്നിൽ വിജയിച്ച് കാണിക്കണം. നാളെ അവർക്കൊരു കുറ്റബോധം തോന്നും, ഓ ഇത്രയും നല്ല ഈ പെൺകുട്ടിയായിരുന്നു അല്ലെങ്കിൽ ഈ പയ്യനായിരുന്നു ഞാൻ ഉപേക്ഷിച്ച് പോയത് എന്നവർക്ക് കുറ്റബോധം തോന്നത്തക്ക രീതിയിൽ നിങ്ങൾ അത്രയും വളരുക, വിജയിക്കാം. അവരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കാനൊന്നുമല്ല, പക്ഷേ നമ്മൾ പ്രൂവ് ചെയ്യണം നമ്മൾ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് സ്വയം നമ്മളെ തന്നെ പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കണ്ണീരും കരച്ചിലുമായിട്ടിരിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തയ്ക്ക്, ചാടി എഴുന്നേക്ക്, ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് ആ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി പ്രയത്നിക്കാം. താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലവ് യു ഓൾ.